അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ തസ്കിയത്തുൽ വിൽദാനിന്റെയും വർക്ക് ബുക്കിന്റെയും 6ാമത്തെ പാഠാണ് നോക്കാൻ പോകുന്നത്. ഖയ്യിദിൽ ഹവാ ബി ഖൈദി തഖ്വ. എന്തർത്ഥം? തഖ്വ എന്ന ചങ്ങല കൊണ്ട് മനോതാൽപര്യത്തെ ബന്ധിപ്പിക്കുക എന്നതിന്റെ അർത്ഥം. ഇതിൽ പറയുന്ന വിഷയം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും, തെറ്റ് ചെയ്യാനുള്ള ഏത് സാഹചര്യം വന്നാലും തഖ്വ കൊണ്ട് അതിനെ തടയുക എന്നുള്ളതാണ്. തഖ്വ കാരണം 2 സ്വഹാബികൾക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും മഹത്തായ തഖ്വ കാരണം അവർ തടഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവരെ ചരിത്രം പറയുന്നത്. ഇതിന്റെ ഒരുമിച്ചുള്ള അർത്ഥം, ഒന്നിച്ചുള്ള അർത്ഥങ്ങൾ വേർഡ് മീനിങ് ആയിട്ടാണ് പറയുന്നത്. ഒന്നിച്ചുള്ള അർത്ഥം സൈഡിൽ കൊടുക്കുന്നുണ്ട്, നോക്കാം. ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത ഫാത്തിഹൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് ജേതാവായി കടന്നു വന്നു. സനത സമാനി മിനൽ ഹിജ്റത്തി, ഹിജ്റ 8ാം വർഷം. ഫി അശറത്തി ആലാഫി മിൻ അസ്ഹാബിഹി, 10,000 സ്വഹാബികളുമായി. ഫദഖലൻ നാസു ഫീ ദീനില്ലാ, ജനങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. വനഫലു ഐദിയഹും അൻ ഇബാദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങൾക്ക് ആരാധിക്കുന്നതിനെ തൊട്ട് അവരുടെ കൈകൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പാടെ ഉപേക്ഷിച്ചു എന്നർത്ഥം. അറാദ ഫലാലത്ത് ഇബ്നു ഉമൈരിൽ ലൈസി ഖത്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫലാലത്ത് ഇബ്നു ഉമൈരിൽ ലൈസി എന്നവരെ നബി തങ്ങളെ വധിക്കാൻ ഉദ്ദേശിച്ചു. വഹുവ യതൂഫു ബിൽ ബൈത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. ഫലമ്മാ ദനാ മിൻഹു, അദ്ദേഹം നബി തങ്ങൾ അടുത്തെത്തിയപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫലാല, നബി തങ്ങൾ ചോദിച്ചു, ഫലാലയാണോ? ഖാല നഅം ഫലാലത്തു യാ റസൂലല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, അതെ, ഫലാലയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ. ഖാല, നബി തങ്ങൾ ചോദിച്ചു, മാദാ കുൻത തുഹദ്ദിസു ബിഹി നഫ്സക്, നീ എന്താണ് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖാല ഫലാലത്തു ലാ ഷൈഅ കുൻതു അദ്കുറുല്ലാഹ അസ്സ വജൽ. എന്തായിരുന്നു ഫലാലിന്റെ മറുപടി? ഫലാല പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുകയായിരുന്നു. ഫളഹികൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാല ഇസ്തഗ്ഫിരില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു, നീ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കൂ. സുമ്മ വളഅ യദഹു അലാ സുദ്രി ഫലാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫലാലയുടെ നെഞ്ചിൽ കൈവച്ചു. ഫസകന ഖൽബഹു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ശാന്തമായി. ഫമാ റഫഅ യദഹു അൻ സുദ്രിഹി, നബി തങ്ങളുടെ കൈ ഫലാലയുടെ നെഞ്ചിൽ ഉയർത്തിയപ്പോ ഹത്താ സ്വാറ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഖൽഖില്ലാഹി ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫലാലക്കായി മാറി. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി മാറി എന്നുള്ളതാണ്. ആർക്ക്? ഫലാലക്ക്. ഫറജഅ ഫലാലത്തു ഇലാ അഹ്ലിഹി, അങ്ങനെ ഫലാല തന്റെ കുടുംബത്തിലേക്ക് തിരിച്ചുപോയി. ഫമറ ബി ഇംറഅത്തിൻ, ഒരു സ്ത്രീയുടെ അരികിലൂടെയാണ് പോയത്. കാന യതഹദ്ദസു ഇലൈഹാ, ഏതായിരുന്നു സ്ത്രീ? ഫലാലയോട് സംസാരിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഫഖാലത് ഹലുമ്മ ഇലൽ ഹദീസ്, അപ്പൊ അവൾ പറഞ്ഞു, സംസാരിക്കാൻ വരൂ. ഹലുമ്മ ഇൽ ഹദീസ് പറഞ്ഞാൽ സംസാരിക്കാൻ വരൂ. ഫഖാല ഫലാല ലാ, എന്താ ഫലാല പറഞ്ഞത്? ഇല്ല എന്നാണ് പറയുന്നത്. സംസാരിക്കാൻ ഇല്ല എന്നാണ് ഫലാലിന്റെ മറുപടി. സുമ്മം ബാസ യഖൂൽ, പിന്നീട് ഫലാല പാടാൻ തുടങ്ങി. എന്താ പാടിയത്? ഖാലത്ത് ഹലുമ്മ ഇലൽ ഹദീസ് ഫഖുൽതു ലാ യഅബ അലൈകില്ലാഹു വൽ ഇസ്ലാം. പാട്ടിലൂടെയാണ് ഫലാല മറുപടി നൽകി. എന്താ പറഞ്ഞിട്ടുള്ളത്? ഖാലത്ത് ഹലുമ്മ ഇലൽ ഹദീസ്, അവൾ പറയുന്നു, സംസാരിക്കാൻ വരൂ. ഫഖുൽതു ലാ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, സംസാരിക്കാൻ ഇല്ല. യഅബ അലൈകില്ലാഹു വൽ ഇസ്ലാം, താങ്കളെ അള്ളാഹും ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ട് എന്നർത്ഥം വരുന്നൊരു പാട്ടാണ് എന്ത് ചെയ്ത് ഫലാല പാടിയത്. ചുരുക്കത്തിൽ ഫലാല മുമ്പ് സംസാരിച്ചത് സ്ത്രീയുടെ അടുത്തേക്ക് പോയില്ല എന്നർത്ഥം. പോകാതിരിക്കാനുള്ള കാരണം എന്തായിട്ടുണ്ട്? ഫലാല മുസ്ലിം ആയിട്ടുണ്ട്. അപ്പോ മുസ്ലിമായി എന്ന ആ കാരണം കൊണ്ട് ഫലാല തെറ്റ് ചെയ്തില്ല എന്നർത്ഥം. ഇനി മറ്റൊരു സ്വഹാബിന്റെ ചരിത്രം നോക്കൂ. ആരായിരുന്നു അത്? വകാന മർസദ് ഇബ്നു അബി മർസദിൽ വനബി റളിയല്ലാഹു അൻഹു ശദീദൻ ഖവിയൻ.
മർസദ് ബിൻ അബിൽ മർസദുൽ ഗനവി റളിയല്ലാഹു അൻഹു ശക്തനും മല്ലനുമായിരുന്നു. യഹ്മിലിൽ ഉസാറ മിൻ മക്കത്ത ഇലൽ മദീനത്തി ലിശിദ്ദത്തിഹി വഖുവ്വത്തിഹി. അദ്ദേഹത്തിന്റെ ശക്തിയും പവറും കാരണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് തടവുകാരെ ചുമന്നു കൊണ്ടുപോയിരുന്നു. വകാന ബിമക്കത്ത ബഗിയുൻ യുഖാലു ലഹാ അനാഖ്. മക്കയിലൊരു വേശ്യ ഉണ്ടായിരുന്നു. ബഗിയ എന്താ വേശ്യ, എന്താ അവളെ പേര്? അനാഖ് എന്നാണ് പേര്. യുഖാലു ലഹാ അനാഖ്. അവളെ പേരെന്തായിരുന്നു? അനാഖ്. അപ്പൊ അനാഖ് എന്നൊരു പേരുള്ള, അനാഖ് എന്ന പേരുള്ള ഒരു വേശ്യ മക്കയിലുണ്ടായിരുന്നു. വകാനത് സ്വദീഖത്തൻ ലിമർസദിൻ ഫിൽ ജാഹിലിയ്യ. അനാഖാരായിരുന്നു? ജാഹിലിയ കാലത്ത്, അതായത് മർസദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ കാമുകിയായിരുന്നു ആര്? അനാഖ്. ജാഹിലിയായ കാലത്ത് മർസദ് എന്നവരെ കാമുകിയായിരുന്നു ആര്? അനാഖ്. യൗമിൻ, ഒരു ദിവസം, വഅദ റജുലൻ മിൻ അസാറ, വഅദ റജുലൻ മിൻ ഉസാറ മക്കത്ത, മക്കയിലുള്ള ഒരു തടവുകാരനോട് വാഗ്ദാനം ചെയ്തു. എന്താ വാഗ്ദാനം ചെയ്തത്? അൻ യഹ്മിലഹു മിൻ മക്കത്ത ഇലൽ മദീനത്ത, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ തടവുകാരനെ ചുമന്നു കൊണ്ടുപോകും എന്നൊരു വാഗ്ദാനം ചെയ്തു ആര്? മർസദ് എന്നവർ. ഖറജ മർസദുൻ, മർസദ് പുറപ്പെട്ടു. എന്തിനാ പുറപ്പെടുന്നത്? ലിവഫാഇ വഅദിഹി, തന്റെ വാഗ്ദാനം നിറവേറ്റാൻ. എന്തായിരുന്നു വാഗ്ദാനം? മക്കയിൽ നിന്ന് തടവുകാരനെ മദീനയിലേക്ക് ചുമന്നു കൊണ്ടുപോകും എന്നൊരു വാഗ്ദാനം. ആ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടി മർസദ് പുറപ്പെടുകയാണ്. വഅദാഇ മസ്ഊലിയത്തിഹി, തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാനും. ഉത്തരവാദിത്തം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചുമന്നു കൊണ്ടുപോകുമെന്ന ഉത്തരവാദിത്തം നിറവേറ്റാനും മർസദ് പുറപ്പെട്ടു. ഹത്തൻതഹാ ഇലാ ഹായിത്തിൻ മിൻ ഹീത്താനി മക്ക, അങ്ങനെ മക്കയുടെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടത്തിന്റെ അരികെത്തിയപ്പോ, ഹായിത്ത് എന്ന മീനിങ് തോട്ടം നടത്തും, ഹീത്താൻ അതിന്റെ ജംആണ്, ബഹുവചനാണ്, തോട്ടങ്ങൾ. അപ്പോ മക്കയിലെ തോട്ടങ്ങളിലെ ഒരു തോട്ടത്തിന്റെ അടുത്തെത്തിയപ്പോ, വകാന ദാലിക ഫീ ലൈലത്തിൻ ഖമറാ, എപ്പോഴായിരുന്നു സമയം? ചന്ദ്രനിലാവിലായിരുന്നു. അത് നിലാവെളിച്ചത്തിലായിരുന്നു എന്നർത്ഥം. ചെറിയൊരു വെളിച്ചണ്ട്, കാണാൻ പറ്റുന്ന വെളിച്ചം. ഫൈദാ ഹുവ ബിഅനാഖ്, അപ്പൊ അനാഖ് ഉണ്ട്. ഫൈദാ ഹുവ ബിഅനാഖ്, അനാഖ്. അബ്സർതുഹു ബിജാനിബിൽ ഹായിത്തി ഫീ ഹാദിഹി ലൈലത്തിൽ ഖംറാ, ആ നിലാവുള്ള രാത്രിയിൽ ആ മതിലിന്റെ അടുത്ത് വെച്ച് അനാഖ് മർസദ് എന്നവരെ കണ്ടു. ഫഅറഫ്തുഹു, അവൾ മർസദ് എന്നവരെ തിരിച്ചറിയുകയും ചെയ്തു. ഫഖാലത് മർസദ്, അപ്പോ അനാഖ് ചോദിച്ചു, മർസദാണോ? മർസദാണോ? ഖാല മർസദ്, അദ്ദേഹം പറഞ്ഞു അതെ മർസദാണ്. ഖാലത്, അപ്പോൾ അവൾ പറഞ്ഞെന്താ പറയുന്നത്? മർഹബൻ വ അഹ്ല, സ്വാഗതം, വരൂ. ഹലുമ്മ ഫബിത് ഇൻദന അല്ലൈല, വരൂ നമുക്ക് ഈ രാത്രി അന്തിയുറങ്ങാം, കൂടെ കിടക്കാം എന്ന് ആര് വിളിക്കുന്നു? ജാഹിലിയ്യ കാലത്തെ കാമുകി എന്ന അനാക്ക് മർസദിനെ വിളിക്കാണ്. ഫക്കറ മർസദുൻ ഹക്ക തഫ്കീർ, അപ്പൊ മർസദ് ശരിയായി ചിന്തിക്കാൻ തുടങ്ങി വിളി കേട്ടപ്പോ. വറജാ ഇലാ നഫ്സിഹി വഅഖ്ലിഹി, അദ്ദേഹം തന്റെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും തിരിച്ചുപോയി. നഫ്സ് എന്ന മനസ്സിലേക്കും ബുദ്ധിയിലേക്കും തിരിച്ചുപോയി. ഫുർസത്തുൻ, ഒരു നല്ലൊരു ചാൻസ് ആണ്. എന്താ ചിന്തിച്ചത്? ലഫിറ ബിഹാ ലിൽ ഇൽതിഖാഇ ബിസദീഖത്തിഹി ഫിൽ ജാഹിലിയ്യത്തി, ജാഹിലിയ കാലത്തിലെ തന്റെ കാമുകിയെ കണ്ടതിൽ നല്ലൊരു അവസരം. വൽ ബീഅത്തു മുലായിമത്തുൻ, പരിസരം അനുയോജ്യമാണ്. ബീഅത്ത് എന്നാൽ എന്താ? പരിസരം. വൽ ബീഅത്തു മുലായിമത്തുൻ, പരിസരം അനുയോജ്യമാണ്. വൽ ലൈലത്തു ഹാദിഅത്തുൻ, രാത്രി ശാന്തമാണ്. വൽ ഹദീഖത്തു ഖാലിയത്തുൻ, തോട്ടം ജനശൂന്യമാണ്, ആരില്ല, ജനം ശൂന്യമാണ്. മാ കാനത്ത് ഹുനാക ഐനുൻ തറാഹുമാ, അവരെ കാണുന്നൊരു കണ്ണ് അവിടെയില്ല, ആരും കാണാനില്ല എന്നർത്ഥം. വലം യഹ്തജ ഇലാ ത്വലബിഹാ വ ഇൽതിമാസിഹാ, അവളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യവുമില്ല. ബൽ ജാഅതുഹു, അവൾ ഇവിടെ വന്നിട്ടുണ്ട്. തുറാവിദുഹു അൻ നഫ്സിഹി, ബൽ ജാഅതുഹു
തുറാവിദുഹു അൻ നഫ്സിഹി, മറിച്ച് അവൾ സ്വയം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ് ഉണ്ടായത്. വൻ നഫ്സു തായിഖത്തുൻ, മനസ്സ് ആഗ്രഹിക്കുന്നു. എന്നർത്ഥം വൻ നഫ്സു തായിഖത്തുൻ, മനസ്സ് ആഗ്രഹിക്കുന്നു. വഹവാഹാ ദായിയത്തുൻ, മനോ താല്പര്യം ക്ഷണിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും അനുയോജ്യമാണ്. ഇവൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഇവൾ ഇങ്ങോട്ട് സ്വയം വന്നിട്ടുണ്ട്, എല്ലാം അനുകൂലമാണ്. പക്ഷേ വലാകിന്നഹു ലം യൽബസ് അൻ യഫ്തിന, തന്റെ ബുദ്ധിയും വിവേകവും വീണ്ടെടുക്കാൻ സാധിച്ചു. തന്റെ ബുദ്ധിയും വിവേകവും വീണ്ടെടുക്കാൻ സാധിച്ചു. എന്താ വീണ്ടെടുത്തത്? ഇല അന്നഹുൽ ആന മുസ്ലിമുൻ, ഇപ്പോൾ മുസ്ലിമാണ്. ഇപ്പൊ ആരാണ് ഞാന്? മുസ്ലിമാണ് എന്നൊരു ബോധം തിരിച്ചു വന്നു എന്നർത്ഥം. വൽ ഇസ്ലാമു ഖദ് ഹറമ സിന, ഇസ്ലാം വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുണ്ടെന്ന് സത്യം അദ്ദേഹം തിരിച്ചറിയാണ്. ഫഖാല ലഹാ യാ അനാ, മർസദ് എന്നവർ അനാക്കിനോട് പറഞ്ഞു, അനാക്കെ ഇന്നല്ലാഹ ഹറമ സിന, തീർച്ചയായും അള്ളാഹു വ്യഭിചാരത്തെ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ അവളെ ഒഴിവാക്കി വിട്ടു എന്നർത്ഥം. ആ തെറ്റിൽ നിന്ന് മടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ സുമ്മ ലമ്മ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന, പിന്നീട് അദ്ദേഹം മർസദ് എന്നവർ മദീനയിൽ നബിത്തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇസ്തഅ്സനഹു ഫീ നിക്കാഹിഹ, എന്തിനാ വന്നിട്ടുള്ളത്? അനാക്കിനെ വിവാഹം ചെയ്യാൻ അനുമതി ചോദിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഫനസലത്ത് ഹാദിഹി, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഏതായത്ത്? അസാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ എന്ന ആയത്ത് ഇറങ്ങി. എന്നതിനർത്ഥം വ്യഭിചാരിയെയോ ബഹുദൈവ ആരാധനയെ അല്ലാതെ എന്ത് ചെയ്യൽ വിവാഹം ചെയ്യൂല. വ്യഭിചാരിയ സ്ത്രീയെയോ ബഹുദൈവ ആരാധകയെ അല്ലാതെ വിവാഹം ചെയ്യൂല എന്ന് പറഞ്ഞാൽ മർസദ് എന്നവർക്ക് എന്തല്ല, അനുയോജ്യമല്ല. കാരണം അനാക്കാരാണ്, വ്യഭിചാരിയാണ്. മർസദ് മുസ്ലിമായി നല്ല മനുഷ്യനായി തീർന്നല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർസദിൻ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർസദിനോട് പറഞ്ഞു, ലാ തൻകിഹ, നീ അവളെ വിവാഹം ചെയ്യരുത്. മർസദ് അവർക്ക് എന്തല്ല, അനുയോജ്യമല്ല, നീ അവളെ വിവാഹം ചെയ്യരുത്. അതാണ് സംഭവം. മർസദ് റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടായിട്ടും അതിൽ നിന്ന് മടങ്ങി എന്നർത്ഥം. ഇനി നോക്കൂ, മർസദ് റളിയല്ലാഹു അൻഹു ഷഹിദ ബദ്റൻ വ ഉഹുദൻ, മർസദ് റളിയല്ലാഹു അൻഹു ബദ്റിലും ഉഹുദിലും പങ്കെടുത്തു. വഖുതില യൗമർ റജീഅ ഷഹീദ, യൗമുർ റജീഅയിൽ ഷഹീദായി കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു. ആര്? മർസദ് റളിയല്ലാഹു അൻഹു. എന്താണ് യൗമുർ റജീഅ എന്ന് പറഞ്ഞാല്? ഹിജ്റ 4-ാം വർഷം സ്വഹാബികൾ ചതിക്കപ്പെട്ട ഒരു സംഭവമാണ് എന്ത്? യൗമുർ റജീഅ. ആ യൗമുർ റജീഅയിലാണ് ആര് കൊല്ലപ്പെട്ടിട്ടുള്ളത്? മർസദ് റളിയല്ലാഹു അൻഹു. ഫൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അപ്പോൾ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും വിശ്വസിക്കൽ ഖദ് റദ്ദ ഫലാലയെ തടഞ്ഞു, അവിശ്വാസം. എന്തിനെ തൊട്ട്? അൻ മുഹാദസത്തി അശീഖത്തിഹിൽ ജാഹിലിയ, തന്റെ ജാഹിലിയായ കാമുകിയുമായി ബന്ധപ്പെടുന്നതിനെ തൊട്ട് ഫലാലയെ തടഞ്ഞു. വഖദ് മനഅ മർസദൻ, മർസദ് എന്നിവരെയും തടഞ്ഞു. അൻ മുബാശറത്തി സ്വദീഖത്തിഹിൽ മുശ്രികത്തി, തന്റെ ബഹുദൈവ ആരാധകയായ കാമുകിയെയും ബന്ധപ്പെടുന്നതിനെ തൊട്ട്, കാമുകിയായ ബഹുദൈവ ആരാധകയെയും ബന്ധപ്പെടുന്നതിനെ തൊട്ട് അദ്ദേഹത്തെ മർസദ് എന്നിവരെയും തടഞ്ഞു. എന്താ തടഞ്ഞത്? വിശ്വാസമാണ്. അള്ളാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ വിശ്വാസമാണ് അവരെ തടഞ്ഞു വെച്ചത്. ഫഅലൽ മുഅ്മിനി, അപ്പോൾ മുഅ്മിനായ മനുഷ്യ നിർബന്ധാണ് തഖ്വ എന്ന ചങ്ങല കൊണ്ട് മനോതാല്പര്യത്തെ ബന്ധിപ്പിക്കല് ഒരു മുഅ്മിനായ മനുഷ്യ നിർബന്ധാണ്. മുതമസ്സികൻ ബിഹബലിൽ ഹുദാ, സന്മാർഗമാകുന്ന കയറ് മുറുകെ പിടിക്കലു നിർബന്ധാണ്. മുതജന്നിബൻ സുബുലുർ റദാ, നാശത്തിന്റെ വഴികളെ വെടിയലും നിർബന്ധമാണ്. ഇനി നോക്കൂ, നഖറു അനഫും വായിച്ച് മനസ്സിലാക്കും. മുബാഷറത്തുൻ ബന്ധപ്പെടുക, വേർഡ് മീനിങ് ആണ്. ഹായിത്തൻ തോട്ടം, ഖംറ നിലാവുള്ള ദിവസം, മുതജന്നിബ് ഒഴിവാക്കുക, തഫ്കീറുൻ ചിന്ത, ബഗിയുൻ വേശ്യ, അശീഖത്തുൻ കാമുകി, ഫുർസത്തുൻ അവസരം, ബീഅത്തുൻ പരിസരം, മസ്ഊലിയത്തുൻ ഉത്തരവാദിത്വം, ഹാദിയത്തുൻ ശാന്തം, ഖൈദുൻ ബന്ധനം,
നഫല കുടഞ്ഞു, റാവത തെറ്റായി കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. യൗമു റജി എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഹിജ്റ 4-ാം വർഷം സ്വഹാബികൾ ചതിക്കപ്പെട്ട ഒരു സംഭവം. ഇനി നമുക്ക് ഇതിന്റെ വർക്കൊന്ന് വായിക്കാം. വർക്ക് ബുക്ക് എടുക്കൂ. നഫല യൻഫുൽ നഫ്ല്, ദനാ യദ്നു ദുനുവ്, ഇൻതഹ യൻതഹി ഇന്തിഹാ, അബ്സറ യുബ്സിർ ഇബ്സാർ, ബാത യബീതു ബയാത്ത്, ലബിസ യൽബസു ലുബ്സ്. മാലി മുളാരി മസ്ത്രാണ്. ഇനി നക്തുബുൽ മാന, മീനിങ് എഴുതാനാണ്. ബഗയ്യ എന്താ? വേശ്യ. മസ്ഊരിയത്തുൻ ഉത്തരവാദിത്തം, ഹായിത്തുൻ തോട്ടം, അംറാ നിലാവുള്ള രാത്രി, തഫ്കീറുൻ ചിന്ത, ഫുർസത്തുൻ അവസരം, ബീഅത്തുൻ പരിസരം, ഹാദിഅത്തുൻ ശാന്തം, തായിഖത്തുൻ ആഗ്രഹിക്കുന്നു, ദായത്തുൻ ക്ഷണിക്കുന്നത്, അഷീഖത്തുൻ കാമുകി, മുബാശറത്തുൻ ബന്ധപ്പെടുക, ഖൈദുൻ ബന്ധനം, മുതജന്നിബുൻ വിട്ടുനിൽക്കുക, അറദ നാശം. ഇനി നക്തശഫു സിയാഖാത്ത്, സന്ദർഭം വെളിവാക്കുക. ആര് ആരോട് ഏത് സന്ദർഭത്തിൽ പറഞ്ഞു എന്നുള്ളതാണ് എഴുതേണ്ടത്. 1. ലാ ഷൈഅ കുൻതു അദ്കുറുല്ലാഹ അസ്സ വജൽ, ഒന്നുമില്ല ഞാൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയായിരുന്നു എന്ന് ആര് ആരോട് എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ വധിക്കാൻ അടുത്തുകൂടിയ ഫലാല നബി തങ്ങളോട് പറഞ്ഞതാണത്. ഇനി രണ്ടാമത്തെ, ഹലുമ്മ ഇലൽ ഹദീസ്, സംസാരിക്കാൻ വരൂ. ഫലാല റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് കണ്ട സ്ത്രീ ഫലാലയോട് പറഞ്ഞതാണത്. 3. യാ അനാഖ് ഇന്നല്ലാഹ ഹറമ സിന വ അനാഖ്, നിശ്ചയം അള്ളാഹു വിചാരം ഹറാമാക്കിയിട്ടുണ്ട്. നോക്കൂ എന്താണ് സാഹചര്യം. അനാഖ് എന്ന സ്ത്രീയുടെ കൂടെ തങ്ങാൻ ആവശ്യപ്പെട്ടപ്പോ പറഞ്ഞതാണിത്. ഇത് 4-മത്തെ എന്താണ്? ലാ തൻകിഹ, നീ അവളെ വിവാഹം ചെയ്യരുത്. അനാക്കിനെ വിവാഹം കഴിക്കാൻ അനുവാദം ചോദിച്ച മർസദ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞതാണത്. ഈ തഖ്സീസ് ചെറിയൊരു അസൈൻമെന്റ് ഉണ്ട്. 1. നഖ്തസിറുൽ ഖിസ്സതൈനി കുല്ല ഖിസ്സത്തിൻ ഫീ ഫിഖറ, 2 കഥ ചുരുക്കി എഴുതുക. ഓരോ കഥയും ഒരു പാരാഗ്രാഫിലാണ് എഴുതേണ്ടത്. 1. ഖിസ്സത്തു ഫലാലത്ത് ബിൻ ഉമൈരിൽ ലേസി, ഫലാലത്ത് ബിൻ ഉമൈർ ലേസിയുടെ കഥ ചുരുക്കിയിട്ട് എഴുതാം. നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വിജയിയായി പ്രവേശിച്ചപ്പോൾ തവാഫ് ചെയ്യുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ ഫലാൽ ആഗ്രഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതിനെ കുറിച്ച് ചോദിക്കുകയും തങ്ങൾ നെഞ്ചിൽ കൈവച്ചുയർത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. 2-മത്തെ കഥ എന്താണ്? ഖിസ്സത്തു മർസദ് നബി മർസദ് നബി റളിയല്ലാഹു കുറിച്ച് ചെയ്ത മർസദ് റളിയല്ലാഹു മക്കയിൽ നിന്ന് തടവുകാരെ മദീനയിലേക്ക് രക്ഷപ്പെടുത്താറുണ്ടായിരുന്നു. നിലാവുള്ള രാത്രിയിൽ അദ്ദേഹത്തിന്റെ പഴയ കൂട്ടുകാരി അനാക്ക് അദ്ദേഹത്തെ തെറ്റിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം തന്റെ ഇസ്ലാമിനെ ഓർക്കുകയും അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹു വ്യഭിചാരം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഇനി നോക്കാം അടുത്ത ആക്ടിവിറ്റി. നുകവ്വിനുൽ ജുംല ബിസ്തിഖ്ദാമിൽ അൽഫാദിൽ ആതിയ, താഴെ പറയുന്ന പദങ്ങൾ ഉപയോഗിച്ച് ജുംല ഉണ്ടാക്കുക. ജുംല എന്ന സെന്റൻസ് ഉണ്ടാക്കുക. ഫന എന്താ ഉണ്ടാക്കുക? ഫതന ത്വാലിബു ഇലാ അഹ്മിയത്തിൽ വഖ്തി, വിദ്യാർത്ഥി തന്റെ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനർത്ഥം. നകഹ റജുൽ ഇംറാത്തൻ സ്വാലിഹ, ഒരു പുരുഷൻ സ്വാലിഹത്തായ സ്ത്രീ വിവാഹം ചെയ്തു. തഖയ്യദൽ മുസ്ലിമു ബി അഹ്കാമിദ്ദീൻ, മുസ്ലിം ദീനി നിയമങ്ങൾ മനസ്സിലാക്കി. ഇംബാഥ ഷായിറു ബി ഖൗലി ശിഅരി, കവിതയുടെ വാക്കുകൾ പാടാൻ തുടങ്ങി. റാവത്തിൽ മർഅത്തു റജുല അൻ നഫ്സിഹി ഫറഫള, ഒരു സ്ത്രീ ഒരു പുരുഷനെ തെറ്റായ കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം നിരസിച്ചു എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക്, അള്ളാഹു നമുക്കെല്ലാവർക്കും തെറ്റിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനുള്ള മഹാഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.